അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദുർ റസൂലുള്ളാ എന്ന് കേൾക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കളിൽ നിന്നും വിമർശകരിൽ നിന്നും, നമ്മുടെ നാടാണെങ്കിൽ ഫാസിസ്റ്റുകളുടെയും കൃസംഖ്യകളുടെയും ഒക്കെ യൂട്യൂബ് ചാനലുകളിൽ നിന്നും, അവരുടെ യൂട്യൂബ് കച്ചവടക്കാരായ അസാൻമാർഗിക വ്യാപാരികളിൽ നിന്നുമൊക്കെ മാത്രം പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അരുംകൊലയും തിന്മകളും മാത്രം നടത്തി ജീവിച്ച, അറേബ്യയെ രക്തപങ്കിലമായ ചരിത്രത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്തിയ ഒരു വ്യക്തി എന്ന ഒരു വിശദീകരണം മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തെ ഒന്ന് സൂക്ഷ്മമായി വേണ്ട, ഒന്ന് പൊതുവായി വായിച്ചാൽ പോലും ആ പ്രവാചകൻ്റെ വിശാലതയും വിട്ടുവീഴ്ചയും മാപ്പും ഒക്കെ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. പലപ്പോഴും ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കാറുള്ളത് മുഹമ്മദിൻ്റെ മാപ്പ് എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിച്ച ആളുകളോട് മാത്രമാണ്, വേറെ ആരോടും ഇല്ല എന്നാണ്. ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾക്കൊന്നും മാപ്പ് കൊടുത്തിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് കൊടുത്ത മാപ്പിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ചരിത്രത്തിൽ മറ്റാരും സൃഷ്ടിച്ചിട്ടില്ലാത്ത അത്ര അത്ഭുതകരമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുകയും അതിലൂടെ പാഠങ്ങൾ പകരുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു. നിങ്ങൾ നോക്ക്, നമ്മൾ ചരിത്രം എടുക്കുമ്പോൾ പ്രവാചകൻ്റെ ഹിജറ നമ്മൾ കാണുന്നുണ്ട്. ഒരു രാത്രിയിൽ മക്കയിലെ എല്ലാ ഗോത്രങ്ങളിലെയും ഏറ്റവും കരുത്തരായ വ്യക്തികളെ ഒരുമിച്ച് ചേർത്ത് പ്രവാചകനെ ഇല്ലാതാക്കാൻ വേണ്ടി അവരൊരു ടീം രൂപീകരിക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകൻ്റെ വീടിനു ചുറ്റും വളഞ്ഞു നിന്ന് പ്രവാചകൻ പുറത്തിറങ്ങുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലാതെയാക്കണം എന്നതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അങ്ങനെ നീണ്ട വർഷങ്ങൾക്കു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരികയാണ്. ആ വരവ് നിങ്ങളൊന്ന് നോക്ക്. മക്കയിൽ ഒരു തുള്ളി ചോര വീഴാതിരിക്കാനുള്ള സൂക്ഷ്മമായ പ്ലാനിംഗ് പ്രവാചകൻ ഉണ്ടാക്കുന്നുണ്ട്. ഒളിഞ്ഞും പതുങ്ങിയും വന്ന് നിരായുധരായൊരു ജനതക്കുമുകളിൽ ആയുധം അടിച്ചേൽപ്പിക്കാനായിരുന്നില്ല അത്. പ്രവാചകൻ തൻ്റെ സംഘങ്ങളെ വ്യത്യസ്ത ടീമുകളാക്കി പലയിടങ്ങളിലൂടെ പറഞ്ഞയച്ച് അവസാനം മക്കയോടടുക്കുമ്പോൾ മാത്രമാണ് ശത്രുക്കൾ വിവരമറിയുന്നത്. നിരായുധരായ ഒരു സമൂഹം ഏറ്റവും ആയുധരും ശക്തരുമായ ഒരു സമൂഹത്തോട് പോരാടി അവിടെ രക്തം ചിന്തുകയല്ല ഉണ്ടായത്. മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശാലമായ മാപ്പ് കൊടുത്തു. എന്തെല്ലാം ക്രൂരതകൾ ചെയ്ത ആളുകൾ അതിലുണ്ടായിരുന്നു. അമ്മാറിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവർ അതിലുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിച്ചവരതിലുണ്ടായിരുന്നു. അവർക്കൊക്കെ വിശാലമായ മാപ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചരിത്രം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുമ്പോൾ മരത്തിൽ തൂക്കിയിട്ടിരുന്ന വാളെടുത്തിട്ട് ഗൗറസ് ബിനുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആര് തടയുന്നു? പ്രവാചകൻ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അയാളെ വാള് നിലത്ത് വീണുപോയി. അത് കയ്യിലെടുത്ത പ്രവാചകൻ, എന്നിൽ നിന്ന് നിന്നെ ആരാന്ന് ചോദിച്ചപ്പം, നിങ്ങളൊരു മാന്യനാണ്, നിങ്ങളെന്നെ ദ്രോഹിക്കൂല എന്ന് എനിക്കറിയാം എന്നുള്ള ആശയമായിരുന്നു അയാൾ പറഞ്ഞത്. നീ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പോകാൻ പറഞ്ഞു. പോകുമ്പോൾ അയാൾ തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എൻ്റെ നാട്ടിൽ നിന്ന് വല്ലവരും നിന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടാകൂല എന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറയാം. അത് പ്രവാചകൻ വാക്ക് പറയാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ആ മാപ്പിന് അയാൾ കൊടുത്ത ഗിഫ്റ്റായിരുന്നു ആ വാചകം. അയാൾ കാഫറായി തന്നെ മടങ്ങാണ്. വാളുകൊണ്ട് പ്രചരിച്ച മതമാണെങ്കിൽ അയാളെ വെട്ടി താഴെ ഇടേണ്ടിയിരുന്നു, താഴെ ഇട്ടില്ല, മാപ്പ് കൊടുത്ത് പറഞ്ഞേക്കാണ് ചെയ്തത്. ത്വായിഫിലെ മനുഷ്യർ അഭയം തേടി ചെന്നപ്പോൾ മക്കയിലെ പ്രഭുക്കന്മാരുടെയും തമ്മാടികളുടെയും കൈക്കരുത്തിന് മുന്നിൽ വിഷമിച്ചുപോയ പ്രവാചകൻ തൻ്റെ ബന്ധുക്കളുള്ള ത്വായിഫിലേക്ക് ചെന്നപ്പോൾ ത്വായിഫുകാർ കല്ലെറിഞ്ഞു. രക്തം പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകി. ത്വായിഫിലെ മനുഷ്യർ, തമ്മാടികൾ, അവർ പ്രവാചകൻ്റെ പിന്നാലെ കൂടി അദ്ദേഹത്തെ അതിക്രൂരമായി പീഡിപ്പിച്ചു. തളർന്ന അവശനായിരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ മലകളുടെ മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ഇൻഷിഅത ഉത്ബിഖ്തു അലൈഹിമുൽ അഖ്ശബൈൻ, നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ രണ്ട് മലകൾ ഞാൻ അവരുടെ മേലെ മറിച്ചിട്ട് കൊള്ളാം.
അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം ബൽ അർജു അൻ യുഖ്റജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹദ. അവരുടെ മുതുകല്ലുകൾക്ക് പിറകിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത പിറക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ദ്രോഹിച്ചത് എനിക്ക് പ്രശ്നമല്ല എന്ന വിശാലമായ മാപ്പ് ആ അവിശ്വാസി സമൂഹത്തിന് പ്രവാചകൻ കൊടുക്കുന്നുണ്ട്. 4 നോക്ക് നിങ്ങൾ. അൽ മർഅ അൽ യഹൂദിയ, ഒരു യഹൂദി സ്ത്രീയാണ്. ആ യഹൂദി സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം കൊടുത്തു, ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചു. കൂടെണ്ടായിരുന്ന സ്വഹാബി മരണപ്പെട്ടു. ഫഅഫാ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്ത്രീക്ക് പോലും പ്രവാചകൻ മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. സുമാമത്ത് ബിൻ അസാൽ എന്ന് പറയുന്ന മനുഷ്യൻ, അയാളെ ബന്ദിയാക്കി. എവിടെ? പ്രവാചകൻ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയിൽ ബന്ദിയാക്കി. അയാൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തു. 2-3 ദിവസം അയാൾ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കണ്ടു. പ്രവാചകൻ അയാളെ മോചിപ്പിച്ചു. അയാളുടെ നാട്ടിലേക്ക് മടങ്ങാൻ പറഞ്ഞു. പക്ഷേ അയാൾ കുളിച്ച് ശുദ്ധിയായി പ്രവാചക തിരുമേനിയുടെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു. അത്ബിഖൂ സുമാമ, സുമാമയെ കെട്ടഴിച്ചു വിടൂ എന്ന് പ്രവാചകൻ പറയുമ്പോൾ സ്വഹാബത്തിന് അത്ഭുതം ഉണ്ടായിരുന്നു. അത്രയും ക്രൂരതകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ. പക്ഷേ അയാളെ പ്രവാചകൻ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പള്ളിയിലെ സ്വഫുകൾക്കിടയിൽ നിന്നും സ്വഹാബത്തിൻ്റെ സംഭാഷണങ്ങൾക്കിടയിൽ നിന്നും പ്രവാചകത്തിൻ്റെ ജീവിത ശകലങ്ങൾക്കിടയിൽ നിന്നുമൊക്കെ ആത്മാർത്ഥമായി ആത്മീയതയെ ഉൾക്കൊണ്ട ആ മനുഷ്യൻ, അയാൾ ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ്റെ കൂടെയുള്ള പ്രയാണത്തിൽ പങ്കാളിയാവുകയായിരുന്നു. അപ്പോൾ അവിടെയും ഒരു വലിയ മാപ്പ് നമുക്ക് കാണാം. 6-മത്തത് അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂലാണ്. മദീനയെ എന്നും പ്രക്ഷുബ്ധതയിൽ നിർത്താൻ ശ്രമിച്ച വ്യക്തി, സൊഫിൽ കൂടെ നിന്ന് പാരപണിത മനുഷ്യൻ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ കുപ്രചാരണങ്ങളും വ്യഭിചാരക്കഥകളും പ്രചരിപ്പിച്ച തെമ്മാടി, തബൂക്കിലേക്ക് പുറപ്പെട്ട സംഘങ്ങളിൽ നിന്ന് ആളുകളെ പിൻവലിച്ച് പ്രവാചകന് സമ്മർദ്ദം കൊടുത്ത ആൾ. ഒരുപാട് കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ലമ്മാ തുഫിയ അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂൽ, അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂൽ മരിച്ചപ്പോൾ ജാ ഇബ്നുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ്. ഫസഅലഹു അൻ യുഅ്തിയഹു ഖമീസഹു യുകഫിനഹു ഫീഹി, പ്രവാചകൻ്റെ ഖമീസ് ചോദിച്ചു, അയാൾ അതിൽ മറവ് ചെയ്യാൻ വേണ്ടി. അവിടെ പോലും അയാൾ സ്വകാര്യമായി പദ്ധതി ഒളിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ കള്ളത്തരങ്ങൾ ഒന്നും പൊളിഞ്ഞിട്ടില്ല. പ്രവാചകൻ്റെ തൃപ്തിയോടുകൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് അയാൾ ഇത് ഒപ്പിച്ചത്. അതൊന്നും നോക്കാതെ പ്രവാചകൻ ആ കമീസ് ഊരിക്കൊടുത്തു. നമ്മുടെ ഭാര്യയ്ക്കെതിരിൽ കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ട ഒരാളോട് നമുക്ക് ഇത്തരമൊരു കാര്യം ക്ഷമിക്കാനാകുമോ പ്രിയപ്പെട്ടവരെ? മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ജനാസ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അതുസല്ലി അലൈഹി വഖദ് നഹാക റബ്ബുക അൻ തുസല്ലി അലൈഹി, നിങ്ങൾ നിസ്കരിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എങ്ങനെയാണ് നബിയെ നിങ്ങൾ നിസ്കരിക്കുക? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നമാ ഖയ്യറനി അള്ളാഹു എനിക്ക് ചോയ്സ് തന്നതാണ്. എന്താ? ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, നിങ്ങൾ അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യട്ടെ. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, നിങ്ങൾ 70 വട്ടം ഇസ്തിഗ്ഫാർ നടത്തിയാലും ഫലയഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഇതിനെയാണ് പ്രവാചകൻ ചോയ്സ് എന്ന് വിളിക്കുന്നത്. എന്നിട്ടാണ് പ്രവാചകൻ ഇത്രയും ക്രൂരത ചെയ്ത വ്യക്തിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ പോകുന്നത്. വസ് അസീദു അല 70, അതുകൊണ്ട് ഞാൻ 70-ലധികം വട്ടം നമസ്കരിച്ചിട്ടാണെങ്കിലും അയാൾക്ക് മഗ്ഫിറത്ത് കിട്ടട്ടെ, അയാൾക്ക് പുറത്ത് കിട്ടട്ടെ എന്നാണ് പ്രവാചകൻ ആഗ്രഹിച്ചത്. അപ്പോഴാണ് വല തുസല്ലി അല അഹദിൻ മിൻഹും, അതുപോലത്തെ ഒരാളുടെ പേരിൽ നീ മയ്യിത്ത് നിസ്കരിക്കേണ്ട പ്രവാചക എന്ന വചനം ഖുർആനിൽ യഥാർത്ഥത്തിൽ അവതരിക്കുന്നത്. വല തുസല്ലി അല അഹദിൻ മിൻഹും മാത അബദൻ വല തഖും അല ഖബ്രിഹി, അവരുടെ ഖബറിലേക്ക് പോവുകയോ അവർക്ക് വേണ്ടി നിസ്കരിക്കുകയോ ചെയ്യരുതെന്നുള്ള ഡയറക്റ്റ് ഖുർആനിൻ്റെ നിർദ്ദേശം വരുന്നത് അപ്പോഴാണ്. നോക്ക് നിങ്ങൾ, ഇതൊക്കെ ചെയ്തൊരു മനുഷ്യനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന വിട്ടുവീഴ്ച എന്തുമാത്രം മഹത്തരമാണ്. മാത്രമല്ല, ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സൂറത്ത് തൗബയുടെ വിശദീകരണത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി കഅബ് ബിൻ സുഹൈർ, ആരാ? കഅബ് ബിൻ സുഹൈർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വളരെ മോശമായി പാടിയ ആളാണ്. പിന്നീട് അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ശത്രുവിന് കൊല്ലാനുള്ള പ്രചോദനങ്ങൾ കൊടുത്ത വ്യക്തിയായിരുന്നു, പരിഹസിച്ച വ്യക്തിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ വഹ്ഷിയായിരുന്നു, ഖാത്തിൽ ഹംസ റളിയല്ലാഹുവിൻ്റെ കൊലയാളി വഹ്ഷി. ഖദ് ഖതൽതു ഹംസയെ ഞാൻ കൊന്നു, നീയല്ലേ ഹംസയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുമ്പോൾ
ഇഖ്ഉദ് അന്നി ഫലാ അറയന്നക, നിന്നെ ഞാൻ കാണരുത്, നീ എൻ്റെ മുന്നിൽ ഇരിക്കരുത് എന്ന് പ്രവാചകൻ പറയാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് നബിയെ എന്നോട് പൊറുക്കണം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പൊറുക്കുകയും പിന്നീട് തൻ്റെ പഴയകാല ചരിത്രം ഓർത്തുകൊണ്ട് അദ്ദേഹത്തോട് ഒരിക്കൽ പോലും പെരുമാറിയിട്ടില്ലെന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, 9-ാമത്തത് അബ്ദുല്ലാഹിബിന് സഅദ് ബിനു അബീ സർഹാണ്. അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പദ്ധതിയിട്ട ആളായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയെ അദ്ദേഹത്തിന് നമുക്ക് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുറത്തു കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇനി ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് ബഅദ ഉഹദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എൻ്റെ ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്ക റബ്ബേ, അവർക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്തത് എന്ന് ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എണ്ണമട്ട ചരിത്രങ്ങളിലൂടെ 10 ചരിത്രങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കോട്ട് ചെയ്തു. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊലപാതകത്തെയും അക്രമങ്ങളെയും ഒന്നും പ്രചോദിപ്പിച്ച വ്യക്തിയായിരുന്നില്ലെന്നും മദീനയിൽ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഇടമായി തിരഞ്ഞെടുത്ത് അവിടെയും വന്ന് അഭയാർത്ഥി ക്യാമ്പിൽ കയറി അതിക്രമിക്കുന്ന വിധമുള്ള ഒരു സമീപനം ഖുറൈശികൾ എടുത്തപ്പോഴായിരുന്നു പ്രവാചകൻ ബദറിൽ അവരെ തനിക്കെതിരിൽ സ്വരൂപിച്ചു കൂട്ടിയ സമ്പാദ്യം പിടിച്ചെടുത്തുകൊണ്ട് അറേബ്യയിലെ യുദ്ധത്തിൻ്റെ സാധ്യതയെ ഇല്ലാതാക്കാൻ പോയപ്പോൾ അവർ രഹസ്യവിവരം കിട്ടി അവർ യുദ്ധത്തിനൊരുങ്ങി വന്ന് നിരായുധരായ പ്രവാചകൻ്റെ സൈന്യത്തോട് പോരാടി അവർ പരാജയപ്പെടുകയായിരുന്നു. തൻ്റെ 23 വർഷങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധങ്ങളുമായി മനുഷ്യരോട് പോരാടിയത് 8 യുദ്ധത്തിലാണ്. അതിൽ തന്നെ 700 ചില്ലാൻ ആളുകൾ, മാക്സിമം 1000 ചില്ലാൻ ആളുകൾ ആണ് മരിച്ചത്. അല്ലേ, ലക്ഷങ്ങളുടെയും കോടികളുടെയും മരണക്കണക്ക് പറയാനുള്ളവരാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി മുന്നോട്ട് പോകുന്നത്. അവരുടെ ലക്ഷ്യം ക്ലിയറാണ്, അവർക്ക് ഇസ്ലാമിനെ ഭയമാണ്. കാരണം അവരുടെ എല്ലാ പദ്ധതികളെയും പൊളിച്ചെടുക്കുന്ന ആശയധാരയാണ് ഇസ്ലാം. മനുഷ്യ മനസ്സുകൾ അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് ഇതിലൊക്കെ നമുക്കും പാടുണ്ട്. വിട്ടുവീഴ്ചയും മാപ്പൊക്കെ കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഉണ്ടാവണമെന്ന ആഹ്വാനവും കൂടി യഥാർത്ഥത്തിൽ ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.